യമുനയെ രക്ഷിച്ച് ഗംഗ. അങ്ങനെ നമ്മുടെ വിശാലാണെങ്കിൽ യമുനയെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ യമുനയാണെങ്കിൽ തന്നെ വീട് വിശാൽ, താൻ നിന്നെ വിശ്വസിച്ചല്ലേ വന്നത്, നീ എന്തിനാ എന്നെ ഇങ്ങനെ ചതിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ചതിയോ? എൻ്റെ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമി തട്ടിയെടുക്കാൻ നോക്കുന്ന ദുഷ്ടരല്ലേ നിങ്ങൾ, അങ്ങനെ നിങ്ങൾ പോയാൽ ശരിയാവുകയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കിടക്കടി, നിൻ്റെ സമയമാകുമ്പോൾ ഞാൻ തന്നെ തുറന്നു വിട്ടോളാം എന്ന് പറയുന്നു. നമ്മുടെ വിശാലാണെങ്കിൽ യമുനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് യമുന പറയുമ്പോൾ, നിന്നെ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, കാരണം എനിക്ക് നിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് വിശാൽ പറയുന്നത് കാണാൻ സാധിക്കും. ഇതിനിടയിലാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നിവിൻ യമുന എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തുന്നുണ്ട്. അവിടേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നൊരു കാഴ്ച കാണാം. ഇതേ സമയം നിവിൻ്റെ അടുത്ത് വിനീത് പറയുന്നുണ്ട്, നമുക്ക് എല്ലാവരെയും തല്ലിത്തകർത്ത് യമുനയെ രക്ഷിക്കണമെന്ന് പറയുന്നത് കാണാം. അപ്പോഴേക്കും വിശാലിൻ്റെ ഗുണ്ടകൾ അവരെ തടയാനായിട്ടെത്തുന്നു. അത് കണ്ടതും വിനീത് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് മാറിക്കോ ഞങ്ങളുടെ വഴിയിൽ നിന്ന്, യമുനയെയും കൊണ്ടേ ഞങ്ങൾ തീർച്ചയായും പോവുകയുള്ളൂ എന്ന് പറയുന്നു. ഒടുവിൽ അവിടെ ഒരു നല്ല ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. വിശാലും അവിടേക്ക് വരുമ്പോൾ വിശാലിനെ വിനീത് അടിച്ചിടുന്നുണ്ട്. ഇതിനിടയിൽ കാവേരിയും ഗംഗയും കൂടി ചേർന്ന് നമ്മുടെ യമുനയെ പോയി റൂമിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവരുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നല്ലൊരു എപ്പിസോഡാണ് നാളെ കാണാൻ സാധിക്കുക. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.